ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രതാപവർമ്മ സാറിനെ എല്ലാവർക്കും ഇഷ്ടമാകട്ടോ. എന്ന് വെച്ച് ആ പരിഗണന ഇവിടെ കിട്ടില്ല. മീഡിയക്കാര് പാത്തും പതുങ്ങിയും പുറത്തുണ്ട്. കുട്ടിയെ നോക്കി ഒന്ന് ചിരിച്ചാ മതി, അപ്പൊ എഴുതും സബ് ജയിലിലെ മന്ത്രി മകൾക്ക് VIP ട്രീറ്റ്മെന്റ് എന്ന്. ഋതുമോളെ ജയിലിൽ നടക്കാൻ നമുക്ക് പലതും ചെയ്യേണ്ടതുണ്ട്. നീയും കൂടെ നല്ല മനക്കരുത്തോടെ നിന്നാൽ മാത്രമേ എനിക്കതിന് പറ്റൂ. അതുകൊണ്ട് നീ സമാധാനപ്പെട്. ശേഖര, ഇവനെ മുകളുടെ ഋതുമോളുടെ റൂമിൽ കൊണ്ടാക്ക. വേണ്ട സാറേ, ഞാനിവിടെ ഇനി നിന്ന എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്റെ ഋതുവില്ലാതെ ഇവിടെ നിൽക്കാൻ ഒരു നിമിഷം പോലും എനിക്ക് കഴിയില്ല. ഞാൻ പോവാ. ഋതിക വർമ്മ മർഡർ കേസാണല്ലോ. തോക്കുകൊണ്ട് അവനെ തീർത്തു കളഞ്ഞല്ലോ നീ. നല്ല കാര്യം. ദാ ഇതിലൊന്ന് സൈൻ ചെയ്. ഓർണമെന്റ്സ് എല്ലാം ഒരു സാറിനെ ഏൽപ്പിക്കേ. ശിക്ഷ കഴിഞ്ഞ പോകുമ്പോ തിരികെ തരും. ആ മാല എന്താ ഊരാത്തെ? ഇത് താലിമാലയല്ലേ? താലിമാലയും പവിത്രക്കെട്ടൊന്നും ജയിലിലില്ല. അതിങ് ഊരിയെടുക്കോച്ചേ. മടി മാല ഊരി കൊടുക്കോച്ചേ. ഷോൾ ഇവിടോട്ട് ഊരി വെക്ക്. മാഡം അറിയോ ഇവളെ? ഇതാണോ ജയ്സമ്മ പറഞ്ഞ പെൺകുട്ടി? മിനിസ്റ്റർ പ്രതാപവർമ്മ സാറിന്റെ മകൾ. അതെ. പ്രതാപവർമ്മ സാറിന്റെ എല്ലാവർക്കും ഇഷ്ടമാകട്ടോ. എന്ന് വെച്ച് ആ പരിഗണന ഇവിടെ കിട്ടില്ല. മീഡിയക്കാര് പാത്തും പതുങ്ങിയും പുറത്തുണ്ട്. കുട്ടിയെ നോക്കി ഒന്ന് ചിരിച്ചാ മതി,
അപ്പൊ എഴുതും സബ് ജയിലിലെ മന്ത്രി മകൾക്ക് VIP ട്രീറ്റ്മെന്റ് എന്ന്. അതെന്താ? ഇത് അമ്മ പൂജിച്ച് കെട്ടിത്തന്ന ചരട എന്റെ രക്ഷയ്ക്ക്. തന്റെ രക്ഷയ്ക്ക് ഇവിടെ ഞങ്ങള് പോലീസുകാരുണ്ട്. ആരെങ്കിലും ശല്യം ചെയ്താ പൊട്ടിക്കാൻ തോക്കുണ്ട്. അതിങ്ങ് ഊരിക്കേ. ഇത് മുറുക്കി കെട്ടിയിരിക്കുക. കെട്ടൊക്കെ പൊട്ടിക്കാൻ എനിക്കറിയാം. ഏത് സെല്ല സർ? 7. വാ പെണ്ണ ഇങ്ങോട്ട്. ഇതെന്താ ജയ, നല്ല വക്കീലന്മാരെയൊന്നും കിട്ടിയില്ലേ? എന്തായാലും ഇത്രയും കാശുള്ള വീട്ടിലെ കുട്ടിയല്ലേ ഋതിക, കൂടാതെ മന്ത്രിയുടെ മോളും. മന്ത്രിയുടെ മോളായാലും തന്ത്രിയുടെ മോളായാലും കോടതിക്ക് അതൊരു വിഷയമല്ല. കോടതിക്ക് തെളിവുകളാണ് പ്രധാനം. അത് ശരിയാ. എന്നാലും ഇനിയും വരെ കോടതിയില്ലേ? എത്രയും വേഗം സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ രാജുവിനോട് പറയേ. അതൊക്കെ അവര് നോക്കിയോളൂ. സുശീല, ഈ സമയത്ത് വർമ്മ സാർ ഹോസ്പിറ്റലായി പോയില്ലേ, അതാ പ്രശ്നമായി പോയത്. അതവന്റെ കൂട്ടുകാരനായ സുശീലനല്ലേ? ഈനാമ്പേച്ചയ്ക്ക് മരപ്പട്ടി കൂട്ട്. ആ, 2 ലോക തരികിടയാ. അല്ല, ഞാനും ഒരു തരികിടയല്ലേ? നിന്റെ ഭാര്യയുടെ നാത്തൂനല്ലേ റിമാൻഡിലായത്? അതിന് നിനക്കെന്തിനാ എത്ര ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഉണ്ടളിയാ. ഒരു സമാധാനത്തിന് വേണ്ടിയില്ലേ നിന്നെ വിളിച്ചത്. നിനക്കെന്ത് ടെൻഷൻ? നിനക്ക് വല്ല കൈപ്പിഴയും പറ്റിയോ? എന്ത് കൈപ്പിഴ? അല്ല, നിനക്കങ്ങനെ പല കയ്യബദ്ധം പറ്റുവേ. നീ ചില സമയത്ത് മരമണ്ടനാണ്. നീ എന്താണ് പറഞ്ഞു വരുന്നത്? അല്ല, ആ അംബികാവർമ്മ പറഞ്ഞിട്ട് ഇനി നീയാണോ ആ ജഗന്നാഥനെ വെടിവെച്ചു വന്നത്? മര്യാദയോട് പറഞ്ഞുണ്ടല്ലോ. ഇത് ആരോടെങ്കിലും ഷെയർ ചെയ്താൽ സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ നിന്നെ വിളിച്ചത്. നീ തീ കയറ്റോടാ എന്നെ. അല്ലടിയാ, ഇവരെന്താ ഇത്ര കൂലങ്കഷമായി ചർച്ച ചെയ്യുന്നത്? ഇനി എന്നെ കൊടുക്കാനുള്ള പദ്ധതി വല്ലതും ആണോ? അടുത്തോട്ട് എന്നാ അവര് സംസാരം നിർത്തും. കേൾക്കാൻ എന്താ ഒരു വഴി? അകലെ